എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾ. അവരിപ്പോൾ ഒരു സമ്മർ ക്യാമ്പിലാണ്. ട്രക്കിങ്ങും ഫോറസ്റ്റ് ക്യാമ്പിങ്ങുമുള്ള 2 ദിവസത്തെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ട്രക്കിങ്ങിന് ശേഷം ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇവരെല്ലാവരും. അങ്ങനെ 4 വഴിയിലായി ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടുന്ന അവരിൽ പെട്ടെന്നാണ് അശോക് ഉറക്കെ ഒരു നിലവിളി ഒച്ച ഉണ്ടാകുന്നത്. മറ്റ് 3 സുഹൃത്തുക്കൾ ഓടി അവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവൻ കാലിലുണ്ടായ മുറിവ് പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒന്ന് കടിച്ചതായി സംശയം. പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളിൽ ഒരാളായ മനു ടെൻറ്റിലേക്ക് ഓടിച്ചെന്ന് തുണിയെടുത്ത് കടിച്ച പാടിന് മുകളിലായി ഒരു കെട്ടുകെട്ടി. ശേഷം ആ കടിച്ച പാടിൽ ഒരു മുറിവുണ്ടാക്കി രക്തം വാർന്നു കളയാൻ ശ്രമിച്ചു. ഇനി ഈ 3 കൂട്ടുകാരും ഇവനെയും എടുത്ത് ബേസ് ക്യാമ്പിൽ നിന്നും അങ്ങ് മൗണ്ടൻ ബേസിലെത്തിയാൽ മാത്രമേ അവർക്കൊരു ജീപ്പ് കിട്ടി ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അവർ അപ്പോൾ തന്നെ അവനെയും എടുത്തുകൊണ്ട് യാത്ര തുടർന്നു. 1.5 മണിക്കൂർ സമയമെടുത്താണ് അവർ ബേസ് ക്യാമ്പിൽ നിന്നും മൗണ്ടൻ ബേസിലേക്ക് എത്തിയത്. അപ്പോഴേക്കും അശോകിൻ്റെ ബോധം പോയിരുന്നു. ഈ സമയം ഒരു ജീപ്പ് കിട്ടി അവർ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് എത്തുകയാണ്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പരിശോധിക്കുമ്പോഴേക്കും അശോക് മരണപ്പെട്ടിരുന്നു. ദുഃഖിച്ചിരുന്ന ആ സുഹൃത്തുക്കളെ ഞെട്ടിച്ചത് എന്നാൽ അശോകിൻ്റെ മരണകാരണമാണ്. ഡോക്ടർ സ്ഥിരീകരിച്ചു, അശോകിനെ പാമ്പ് കടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അശോക് മരണപ്പെട്ടത്? നമുക്കൊന്ന് നോക്കിയാലോ. ടീനേജിൻ്റെ സ്റ്റാർട്ടിൽ തന്നെ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമാറ്റോസിസ് അല്ലെങ്കിൽ SLE എന്ന രോഗം ഡയഗ്നോസ് ചെയ്ത ആളായിരുന്നു അശോക്. അന്ന് മുതൽക്ക് തന്നെ ഈ രോഗത്തിനായി ആസ്പിരിൻ എന്ന ടാബ്ലറ്റും സ്ഥിരമായി കഴിച്ചിരുന്ന ആളാണ് അശോക്. അപ്പോൾ നമുക്ക് ഈ ആസ്പിരിൻ എന്താണ് അവൻ്റെ ബോഡിയിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് തൊട്ട് മുമ്പായി നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കൺസെപ്റ്റാണ് ബ്ലഡ് ക്ലോട്ടിങ് എങ്ങനെയാണ് ബോഡിയിൽ സംഭവിക്കുക. ഒരു മുറിവുണ്ടാകുമ്പോൾ സാധാരണ ഒരു മനുഷ്യരിൽ ആ മുറിവുണ്ടായ ഭാഗത്ത് പ്ലേറ്റ്ലെറ്റ്സ് ആദ്യം ചേർന്ന് ഒരു ക്ലംബിങ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് ബ്ലഡ് വെസലിനെ സ്ലീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ പ്ലേറ്റ്ലെറ്റ്സും അവിടെയുള്ള ഇഞ്ചേർഡ് ടിഷ്യൂവും കൂടി ചേർന്ന് certain സബ്സ്റ്റൻസസിനെ റിലീസ് ചെയ്യുന്നു. ആൻഡ് ദീസ് ഫാക്ടേഴ്സ് വിൽ സ്റ്റാർട്ട് എ കാസ്കേഡ് ഓഫ് ക്ലോട്ടിംഗ് റിയാക്ഷൻസ് ഇൻ അവർ പ്ലാസ്മ. ഈ കാസ്കേഡ് ഓഫ് ക്ലോട്ടിംഗ് റിയാക്ഷൻസിൻ്റെ എൻഡിലായി ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം കാൽസ്യത്തിൻ്റെ പ്രസൻസിൽ പ്രോത്രോംബിൻ എന്ന സബ്സ്റ്റൻസിനെ ത്രോംബിനായി കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഈ ത്രോംബിൻ കാൽസ്യത്തിൻ്റെ പ്രസൻസിൽ നമ്മുടെ ബ്ലഡിലുള്ള ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീനിനെ ഫൈബ്രിൻ എന്ന ഇൻസോളുബിൾ മെഷ്വർക്കായി കൺവേർട്ട് ചെയ്യും. ഈ ഇൻസോളുബിൾ മെഷ്വർക്കാണ് ശരിക്കും ബ്ലഡ് വെസൽസിനെ സീല് ചെയ്തുകൊണ്ട് RBCസിനെ എൻട്രാപ്പ് ചെയ്ത് ക്ലോട്ട് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുക. എന്നാൽ ആസ്പിരിൻ എന്ന മരുന്ന് കഴിക്കുന്ന ഒരാളിൽ സാധാരണ രീതിയിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാറില്ല. കാരണം ആസ്പിരിൻ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സ് ക്ലംബ് ചെയ്യുന്ന പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ആസ്പിരിൻ ഒരു ബ്ലഡ് തിന്നറാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഈസിയായി ബ്ലീഡിംഗ് ടൈം കൂടി തന്നെ അയാളിൽ നിന്ന് ലീക്ക് ഔട്ട് ചെയ്യും. ആസ്പിരിൻ എന്ന മരുന്ന് സ്ഥിരമായി കഴിച്ചിരുന്ന അശോകിൽ ശരിക്കും മനുവും അവൻ്റെ കൂട്ടുകാരും ഉണ്ടാക്കിയ മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് അശോകിൻ്റെ മരണം സംഭവിച്ചത്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കുക, അതിൽ നിന്ന് രക്തം വാർത്ത് കളയുക. എന്നാൽ സയൻറ്റിഫിക്കായി ഒരു എക്സ്പ്ലനേഷനും ഇല്ലാത്ത ഒരു മിസ്കൺസെപ്റ്റ് മാത്രമാണിത്. എന്നാൽ ആ ഒരു മിസ്കൺസെപ്റ്റിന് ഇടയായാണ് നമ്മുടെ അശോക് ഇവിടെ മരണപ്പെട്ടത്.